ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് തന്ന് ലൈക്ക് തന്ന് കമന്റ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പൊ ഇതുപോലെ എനിക്കൊരു കമന്റ് വന്നതായിരുന്നു. പിന്നെ കോഴിക്ക് ഗോതമ്പ് കൊടുക്കാവോ, ഗോതമ്പ് കൊടുത്താ മുട്ട ഇടുമോ, അതെങ്ങനെയാ കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ഗോതമ്പ് കൊടുത്തെങ്കിൽ ഒരു കുഴപ്പമില്ല, കോഴി മുട്ടയിടും. അതുപോലെ തന്നെ ചെറിയ കോഴിക്കാ ഗോതമ്പ് കൊടുക്കുന്നെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് നുറുക്കിയിട്ട് കൊടുത്താൽ മതി. വലിയ കോഴിയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് തന്നെ കൊടുക്കാം. ഞാൻ അവർക്ക് വലുതായിട്ടാണ് കൊടുക്കുന്നത്. ഇവർ മുട്ടയിടാൻ തുടങ്ങിയില്ലേ, ഇവരിപ്പം 4 മാസം കഴിഞ്ഞു. 4.5 മാസം ആകുമ്പോഴത്തേക്കും മുട്ടയിടും. അതുപോലെ തന്നെ 4.5 മാസമായ കോഴിക്ക് എന്തോ വിലയാന്ന് ചോദിച്ചു. മുട്ടയിടാറായതിന് 4.5 മാസമായ കോഴിക്ക് 450 രൂപ വെച്ചാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ 19 എണ്ണം ഒക്കെ മേടിക്കാമെങ്കിൽ 400 രൂപ വെച്ച് അവർ തരും. കുറച്ചാ മേടിക്കുന്നത് 450 തന്നെ മേടിക്കും. പിന്നെ അതുപോലെ തന്നെ ഓസോമിൻ മരുന്നിന്റെ കാര്യം ഇതുവരെ ചോദിച്ചായിരുന്നു. പശുവിന്റെ പടം ഉണ്ടല്ലോ, ബാക്കി 2 മരുന്നുകൾക്കും പശുവിന്റെ പടമില്ലെന്നും പറഞ്ഞായിരുന്നല്ലോ. അപ്പം ബാക്കി 2 മരുന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള വൈറ്റമിൻ്റെതും ഇവർക്ക് ലിവറിനൊന്നും കുഴപ്പം വരാതിരിക്കാനും ഉള്ളതും കോഴിക്ക് മാത്രമായിട്ടുള്ള മരുന്നാണ്. ഓസോമിൻ എന്ന് പറഞ്ഞാൽ പശുവിനും ആടിനും കോഴിക്കും എല്ലാം കൊടുക്കുക. കോഴിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയ്ക്ക് വലിപ്പം വരാനും തോലുമുട്ട ഇടാതിരിക്കാനും ഇവർ നല്ലപോലെ മുട്ട ഇടാനും. പശുവിനെന്ന് പറയുന്നത് നല്ല കൊഴുത്ത പാല് കിട്ടും, പാല് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അത് പണ്ട് മുതൽക്കേ കൊടുക്കുന്ന മരുന്നാണ്. അതുകൊണ്ട് പശുവിന് കൊടുക്കുന്നതിലും ഒരു കുഴപ്പമില്ല. കോഴിക്കും പശുവിനും ആടിനും എല്ലാം അത് കൊടുക്കും. പിന്നെ ഒരു കമന്റ് വന്നായിരുന്നു, ക്യാമറ എടുക്കുന്ന ആന്റിയുടെ കാര്യം ഇതുപോലെ പറഞ്ഞ്. ആന്റി ഒന്നുമല്ല, എൻ്റെ മോളാണ്. അവളിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പം അഡ്വക്കേറ്റായിട്ട് കായംകുളത്ത് വർക്ക് ചെയ്യുവാണ്. അതിനോടൊപ്പം അവർ MBA ചെയ്യുന്നുണ്ട്. അവർക്ക് വീഡിയോയിലൊന്നും വരാൻ വലിയൊരു താല്പര്യമുള്ള ആളല്ലെങ്കിൽ എടുത്തു തന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇടും. വരത്തില്ലെന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ വന്നേക്കാം. പിന്നെ വലിയൊരു ഇതുള്ള ആളല്ല വരാൻ, അതുകൊണ്ട് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഇഷ്ടമാണ്. ഇതിപ്പം ഇവരിപ്പോ ഏകദേശം ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും മുട്ടയിടും. പിന്നെ കാഷ്ടത്തിന്റെ സ്മെല്ല് എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കാഷ്ടത്തിൽ പിന്നെ അറക്കപ്പൊടിയാണ് ഇടുന്നത്. അറക്കപ്പൊടി ഇല്ലാത്തപ്പോൾ ഞാൻ ചാരം ഇടും. ചാരം ഇട്ടാലും നല്ലതാട്ടോ. ചാരം ഇട്ടാൽ ഒട്ടും സ്മെല്ല് വരത്തില്ല. അറക്കപ്പൊടി ഇട്ടാൽ പിന്നെയും 2 ദിവസമോ 3 ദിവസമൊക്കെ ആകുമ്പോൾ ഈ തടിയുടെ പൊടിയല്ലേ, അപ്പൊ അതിനും ഒരു നനവ് വരുമ്പോൾ ഒരു സ്മെല്ല് വരും. പിന്നെ അറക്കപ്പൊടി ഇട്ടാലെന്ന് പറഞ്ഞാൽ ഇവരുടെ കാഷ്ടത്തിന്റെ ജലാംശം നല്ലപോലെ അങ്ങ് പിടിച്ചെടുക്കും. ചാരം ഇട്ടാൽ സ്മെല്ലും കുറയും കേട്ടോ. ചാരം ഇട്ടാലും നല്ലതാണ്. ഞാന് 4.5 മാസം പ്രായമുള്ള കോഴിയാണ് ആദ്യം മേടിച്ചത്. അതെവരെയാണ് ഞാൻ 4.5 മാസം ആയ കോഴിയെ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ മുട്ട ഇടാൻ തുടങ്ങി. ഇപ്പൊ 2 മാസത്തിന് മേലെയായി. ഇതുവരെ ഒരു മുട്ട പോലും ഇടാതിരുന്നിട്ടില്ല. എന്നും 25 മുട്ട വെച്ച് എനിക്ക് കിട്ടും. പിന്നെ മറ്റവരെ ഞാൻ മേടിച്ചത് 3 മാസം പ്രായമായതാണ്. ഇപ്പൊ ഞാൻ മേടിച്ചതിന് ശേഷം 4 മാസമായിട്ടുണ്ട്. 4 മാസമായി. ഇനിയിപ്പോ ഏകദേശം ഈ മാസം അവസാനം ആകുമ്പോൾ അവർ മുട്ടയിടും. ഞാൻ ഇവർക്ക് 2 കൂട്ടർക്കും ഗോതമ്പ് കൊടുക്കും. ഒരു നേരം ഗോതമ്പ് കൊടുക്കും, ഒരു നേരം മുട്ടയിടുന്ന ഇവർക്ക് ലെയർ മാഷും അവർക്ക് ഗ്രോവറും കൊടുക്കുന്നത്. അവരൂടെ മുട്ടയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ലെയർ മാഷ് മാത്രമാക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞാൻ ചെറുതായിട്ട് ഗ്രോവറൂടെ ചേർത്താ കൊടുക്കുന്നത്. ഗ്രോവർ കൊടുക്കാൻ നല്ലത്. അതുപോലെ പുല്ലിന്റെ കാര്യം ചോദിച്ചായിരുന്നു. പുല്ല് കൊടുക്കുന്നത് മുട്ട ഇടാനും നല്ലതാണ്, പിന്നെ നമുക്ക് തീറ്റയ്ക്കും ലാഭമാണ്. പിന്നെ അത് മാത്രമല്ല താനും ചിലരൊക്കെ ആണെങ്കിൽ ഈ ചീനിയില കൊടുക്കാറുണ്ട്. ഒരു കാരണവശാലും ചീനിയില കൊടുക്കരുത്. ചീനിയിലയ്ക്ക് കട്ടുണ്ട്. കോഴിക്ക് അന്നേരം പ്രശ്നം വന്നില്ലെങ്കിലും കോഴിക്ക് പിന്നെ കറക്കത്തിന്റെ അസുഖം വരും. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവർ കൊടുക്കുന്ന കണ്ട് ചീനിയോ കൊടുക്കരുത്. അതുപോലെ അരിയും പിന്നെ ചോറും കൊടുക്കരുത്. അത് രണ്ടും കൊടുത്താൽ നെയ് മുറ്റും. പിന്നെ ഞാൻ പൂവനെ വളർത്താനുള്ള ആഗ്രഹത്തിലാണ്, പക്ഷെ ഇതുവരെ നമുക്ക് ഒത്തു കിട്ടിയില്ല. അപ്പൊ 2-3 അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് പിന്നെ ഗിരിരാജനെ മേടിക്കണ്ട, എളുപ്പം മരിച്ചു പോകും, നാടൻ പൂവൻ തന്നെ നല്ലത്. അല്ലാതെ വേറൊരു കോഴിയുടെ പേര് പറഞ്ഞായിരുന്നു, ഞാൻ ആ പേരങ്ങ് മറന്നുപോയി. അടുത്ത മാസമേ വരത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നേരം മേടിക്കാന്ന് വെച്ചു. ഇപ്പൊ മഴയില്ലേ, മഴയായത് കാരണം ഇപ്പൊ മേടിച്ചാലും ശരിയാവത്തില്ല. ഇവർക്കാണെങ്കിൽ അങ്ങ് പുല്ല് ഭയങ്കര ഇഷ്ടം, ഇട്ട് കൊടുക്കാത്ത താമസം. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പുള്ളിക്കാരനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടോ? ഹായ് പറ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കൊന്നും പറയാനില്ല? ആർക്കും പറയാനില്ല. നിനക്ക് മിട്ടുവിന് പറയാനുണ്ടോ? മിട്ടുവിന് എന്തോ ഉണ്ട്. ഒന്നും പറയാനില്ല. നമുക്കെന്നാ അകത്തിരിക്കുന്ന ആൾക്ക് പറയാനുണ്ടോ നോക്കെ. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ പുതിയ അല്ല ഞങ്ങളുടെ പുതിയ ആള്. ഇത് ഞങ്ങളുടെ പഴയ അതിഥി. വരൂ കുഞ്ഞാ.
ഇതാണ് ഞങ്ങളുടെ രസ്- പുതിയ ആള് വാ മോനെ മൂന്നിരിക്കൂ. ഡെക്സ്റ്റർ. കണ്ണാ മൂന്നിരിക്കൂ. ഡെക്സ്റ്ററിനെ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയാം. ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത് ഇവൻ വഴിയിൽ നിന്ന് വന്ന ഒരു അതിഥിയാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം ഞങ്ങൾ വന്നതിന് ശേഷം മോന്റെ കൂട്ടുകാരൻ ഇതുപോലെ പുറത്തോട്ട് പോയ സമയത്ത് അവന്റെ വണ്ടിയുടെ മുന്നിൽ ഒരു ഒരു നായ്ക്കുട്ടി കുറുക്കിയാടി. അപ്പൊ അവൻ അത് മരിച്ചു പോയെന്ന് വിചാരിച്ച് അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി എടുക്കാൻ ശ്രമിച്ചപ്പം ഇവൻ മരിച്ചിട്ടില്ല. ഇവന് ഒരു കേടുപാടുകളും ഇല്ല. അവനെ കണ്ട ഉടനെ എന്റെ കുഞ്ഞ് അവന്റെ മേത്തോട്ട് ഒട്ടിച്ചേർന്നങ്ങ് ഇരുന്ന്. അപ്പൊ അവന് ഇതിനെ ഉപേക്ഷിച്ചിട്ട് വരാൻ വയ്യ. അപ്പൊ അവന് ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ച് ഇവിടെ കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് വേറെ നായ്ക്കുട്ടികളും പൂച്ചകളും എല്ലാരും ഉള്ളത് കാരണം ഒരാളെയും കൂടെ എങ്ങനെയാ എന്ന് വിചാരിച്ച് ആദ്യമേ എടുക്കണോന്നൊരു സംശയം തോന്നെങ്കിലും ഇവന്റെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവനെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവനെ ഞങ്ങൾ കൊണ്ടുവന്നോളാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ ടെസ്റ്ററിന് പേര് വിട്ടു. എന്നിട്ട് കൊണ്ടുവന്ന് അന്ന് ഇഷ്ടംപോലെ ചെള്ളും ട്രിക്കും ഒക്കെ അവന്റെ മേത്തുണ്ട്. ഞങ്ങൾ അന്നേരം തന്നെ ഷാമ്പൂ ഒക്കെ ഇട്ട് വൃത്തിയാക്കി പിറ്റേന്ന് രാവിലെ തന്നെ ഡോക്ടറെ വിളിച്ച് ഫുൾ ചെക്കപ്പും ടെസ്റ്റും എല്ലാം നടത്തി. അവനപ്പോൾ ആരോഗ്യപരമായിട്ടൊരു കുഴപ്പവും ഇല്ല. 90 ദിവസമായിട്ട് എടുക്കും. പിന്നെ അവന്റെ ഇവിടെ മരുന്നിന്റെ പേര് എനിക്കറിയാൻ വയ്യ. ഫോട്ടോ അവിടെ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അരുമയായി വന്നു. ഞങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് വഴിയിൽ നിന്ന് ഞങ്ങളുടെ മാഗിയേയും എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അല്ല, വീഡിയോ ഇട്ടിട്ടില്ല, അവിടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പുതിയ അതിഥി ഉണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ പൊന്നും കൂടെ വേണം, സ്നഗ്ഗി. ഉറക്കവാ. അമ്മച്ചിയുടെ വീഡിയോക്ക് ടാറ്റാ പറ. അമ്മയുടെ വീഡിയോക്ക് ടാറ്റാ കൊടു. അപ്പൊ എന്റെ കുഞ്ഞിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടത്? അയ്യോ, അങ്ങനെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു നിധിയായിരുന്നു. ഞങ്ങളുടെ കൂടെ പൊന്നോമന. നരസിംഹത്തിന്റെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ കിട്ടിയതായത് ഞങ്ങൾ നരെന്ന് പേരിട്ട്. അപ്പൊ എന്റെ കോഴികളോടൊപ്പം എന്റെ ഈ പൊന്നോമനയും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്റെ ഓമനെ കിട്ടിയതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ വീഡിയോ. 2 ദിവസം ഭയങ്കര മഴയൊക്കെ ഞങ്ങൾ എടുത്തില്ല. എന്റെ ഫുൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളോട് അടുപ്പിക്കാന്ന് വിചാരിച്ചു. നമ്മള് നമ്മളൊരു മുറിയിലെല്ലാം കുളിപ്പിച്ച് കിടത്തിയിരുന്നത് കാരണം നമുക്ക് വേറെ നായ്ക്കുട്ടികളും പൂച്ചകളും കോഴിയൊക്കെ ഉണ്ടല്ലോ. അപ്പം പുറത്തുനിന്ന് വന്നേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വരരുതല്ലോ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് ഡോക്ടറെ വിളിച്ച് കാണിച്ചു ഫുൾ ചെക്കപ്പും ടെസ്റ്റും എല്ലാം നടത്തി. അവന് യാതൊരു കുഴപ്പമില്ല, ആരോഗ്യവാനാ, വളർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ചികിത്സിച്ച് മാറ്റി അവനെ എടുക്കും. അവനെ ഉപേക്ഷിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ദൈവം സഹായം കൊണ്ട് അവന് യാതൊരു ആരോഗ്യക്കുറവില്ല. അവൻ ഉമ്പോറ്റിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഓമനെ ഞങ്ങൾ ഡൈപ്പറൊക്കെ ഡൈപ്പർ ഇട്ടിട്ടുണ്ട് കുഞ്ഞിനെ. ഞങ്ങൾ ടാറ്റ പറകണ്ണ. അമ്മയുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ക്യൂട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ഒരു ലവ് മാർക്ക് കൂടി ഇടണേ. ഒരു മുടക്ക്